ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാമേ. ഇതിൻ്റെ അകത്ത് സൺഡേയിലത്തെ വീഡിയോ ഒരു ഇച്ചിരി ക്ലിപ്പുണ്ട്, അതുകൂടെ കാണിക്കുന്നുണ്ട്. രാവിലെ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പാസ്ത ആകുമ്പോൾ ഇവിടെ പ്രൈസമ്മോൻ രാവിലെ വിശപ്പ് വരും. രാവിലെ കഴിച്ചോളൂ, നമ്മളാരും നിർബന്ധിക്കണ്ട. അല്ലെങ്കിൽ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ ഞാനൊരു 1-2 മണിക്കൂർ മുമ്പിട്ട് ഒരു ന്യൂസ് കണ്ട്. എന്തൊക്കെ സംഭവങ്ങൾ ദൈവമേ, സഹിക്കാൻ പറ്റാത്ത ന്യൂസുകളാണ് കാണുന്നത്. പിന്നെ ഒരു ഫാമിലി 8 വർഷം പ്രണയിച്ച് നവംബറിലായിരുന്നു കല്യാണം. 2 ആഴ്ച ആയേ ഉള്ളൂ. ഹണിമൂണിന് മലേഷ്യയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ വീടും ഈ പയ്യൻ്റെ വീടും അടുത്തടുത്ത ഒരേ ചർച്ചുകാരുമാണ്. അപ്പോൾ 8 വർഷം കൊണ്ടുള്ള പ്രണയമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം നടന്നു മംഗളകരമായിട്ട്. അപ്പം പെങ്കൊച്ചിൻ്റെ അപ്പനും എല്ലാവരും മിക്ക ആൾക്കാരും കണ്ടു കാണും ഈ ന്യൂസ്. പയ്യൻ്റെ ഫാദറൂടെ ഇവരെ തിരുവനന്തപുരത്തു നിന്ന് വിളിക്കാൻ പോയത്. വീട്ടിലെത്താൻ 7 കിലോമീറ്ററൂടെ ഉള്ളായിരുന്നു. വീടിൻ്റെ അടുത്തെത്തി. കോന്നി പത്തനംതിട്ട റൂട്ടായണ ഈ അയ്യപ്പ ഒരു ബസ് വന്ന്, പക്ഷെ കാറ് ചെന്നിടിച്ചെന്നാണ് കാണുന്നത്. ഇത്തിരി വേഗതയിലായിരുന്നു. അങ്ങനെ പോയ ആൾക്കാരൊക്കെ രക്ഷിക്കാൻ നോക്കിയിട്ടൊന്നും ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ മോക്ക് മാത്രം ഇച്ചിരി ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ രക്ഷിക്കാനായില്ല. 4 പേരും ഓൺ ദ സ്പോട്ടിൽ മരിച്ച്. ആ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ് നാളെ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ക്രിസ്മസ്. അങ്ങനെ വീട്ടിലൊക്കെ മക്കൾ വരുമെന്നും പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഒരുക്കങ്ങളൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം. എത്ര ദാരുണീയമാണെന്ന് പറയാം. 2 കുടുംബങ്ങൾ ഇപ്പം കണ്ണീർ കടവിലിരിക്കുക. എന്തൊക്കെയാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഓരോ ദിവസവും എത്രമാത്രം നമ്മൾക്ക് നോക്കിയാലും ഒരു സഹിക്കാൻ പറ്റാത്ത ഓരോ ന്യൂസുകളാണ് കാണുന്നത്. അവരുടെ ദുഃഖം ദൈവമേ, അവർക്ക് ദൈവം ധൈര്യവും ബലവും കൊടുക്കട്ടെ. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആ കുടുംബത്തിനൊരു പിന്നെ നമുക്കങ്ങനെ പറയാം, പക്ഷേ അവർക്കിടെ നഷ്ടപ്പെട്ടത് അവർക്കറിയാം അതിൻ്റെ വേദന. എന്നാലും ദൈവം അവർക്കൊരു ധൈര്യവും ബലവും കൊടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം രാവിലെ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കട്ടെ. അപ്പോൾ റീച്ചാൻ ഇതുവരെ എണീറ്റിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ രാവിലെ പ്രൈസം മോൻ്റെ ടൈം ടേബിൾ എടുപ്പും ഇതുമായിട്ട് ബഹളം കേൾക്കാമായിരുന്നു. ലേറ്റായിട്ട് ഇന്നലെ വന്ന ഞാനും അത്രയും നേരം ഇരുന്ന് പിന്നെ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉറക്കം വന്നത്. റീച്ചൻ കിടന്നാൽ പിന്നെ ഉടനെ അങ്ങ് ഉറങ്ങും. പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനല്ല. വരുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരും. അപ്പം പിന്നെ ആണെങ്കിലും നമുക്ക് രാവിലെ എണീക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. രാവിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. അങ്ങനെ രാവിലെ ഉറക്കം അങ്ങനെ എൻ്റെ ശരിയായിട്ടില്ല രാത്രി. അപ്പോൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇതങ്ങ് ഉണ്ടാക്കി. പിന്നെ അവന് കൊണ്ടുപോകാനായിട്ട് ചീസ് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്നിങ്ങനെ ചൂടാക്കിയിട്ട് 2 സൈഡ് ഞാൻ നന്നായിട്ട് അങ്ങ് ചൂടാക്കിയിട്ട് അതിന് മുകളിൽ പിന്നെ ഇത് ചീസ് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ തീയിലിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മെൽറ്റാവും. അതേസമയം ഓവനിൽ വെച്ചാൽ പെട്ടെന്ന് പിന്നെ ഇത് ചീസ് മെൽറ്റാവും, പക്ഷേ ബ്രെഡ് മുരിഞ്ഞ് കിട്ടത്തില്ല. ഇതാകുമ്പം ബ്രെഡ് നല്ല മുരിഞ്ഞ് കിറുകിറായിരിക്കും.
പക്ഷേ അത് അവൻ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിന് അതങ്ങ് ഇതാവും, നല്ല ചൂടോടാകുമ്പം നല്ല ക്രിസ്പി ആയിട്ട് ക്രിഞ്ചി ആയിട്ടിരിക്കും. പക്ഷെ അവന് ഇത് ഇഷ്ടമാണ് ടിഫിന് കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ചിന്തിച്ച് അവന് തണുത്തയാണെങ്കിലും കുഴപ്പമില്ല, ചീസ് വെച്ചാൽ പിന്നെ അവന് ഇഷ്ടമാണ്. അപ്പോൾ അവന് അത് കൊടുത്തു വിടാമെന്ന് വെച്ച് കൊച്ചിന്. അരിയിടാൻ വെള്ളം ചൂടാക്കാൻ കലത്തി വെച്ചിട്ടുണ്ട്, ചായ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ചതിൻ്റെ മണ്ടയിൽ ചായപാത്രം വെക്കുന്ന ഉടനെ അതിങ്ങനെ ചൂടായി ഇരുന്നോളും. ഞാൻ നട്ട കാന്താരിക്കകത്തുനിന്ന് അന്ന് കിട്ടി. ഞാനിപ്പോൾ അത് ആ ഹോളിൽ ഇപ്പുറത്തെ ഞങ്ങളുടെ മുറിയുടെ അവിടുത്തെ ബാൽക്കണി കൊണ്ടുവച്ച്. പക്ഷെ അവിടെ വെയിലൊക്കെ ഉണ്ട്. പക്ഷെ അതങ്ങോട്ട് കാവിന്നെ വന്നേയില്ല, കുരുട്ടിച്ചങ്ങ് ഇല നിന്ന് ആയിപ്പോയി. അപ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയും, മമ്മിയുടെ താല് പറഞ്ഞ് ഇപ്പുറത്ത് കൊണ്ടുവെക്കാൻ. ഇല്ല, തുണി ഇങ്ങനെ ഇടുന്ന ഉടനെ തുണി അതിൽ തട്ടുന്നത് കൊണ്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവച്ചതാണ്. പക്ഷേ അതിൽ പിന്നെ ഒരു മുട്ട് പോലും വന്നില്ല. അരിയൊക്കെ കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. ഇനി അത് തിളച്ചിട്ടങ്ങ് ഓഫാക്കിയിടാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ റെഡിയാവും. ഇനി പിന്നെ അടുത്ത തോരൻ വയ്ക്കാൻ നോക്കാം. പിന്നെ സൺഡേലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പാട്ട് പാടിയില്ലേ, അപ്പം 3-4 പേര് പറഞ്ഞ് നല്ല ഫീലിംഗ് ഉള്ള പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് പറഞ്ഞ്, വിജി സൺഡേ ദിവസം ഒരു പാട്ടാകാം അല്ലേന്ന്. ട്രൈ ചെയ്യാൻ ഞാൻ പാടാം. കാരണം നമ്മൾ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ അറിയാവുന്നത് പോലൊക്കെ ആരെങ്കിലും നമ്മുടെ അടുത്ത് പാടാൻ പറയുവാണെങ്കിൽ നമ്മൾ അത് പാടാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ദൈവത്തിന് വേണ്ടി എത്രയും പാടാമോ അത്രയും നമുക്ക് നമ്മളാൽ കഴിയുന്നത് പാടാം. അറിയാവുന്നത് പോലൊക്കെ പാടാൻ നോക്കാം. എനിക്ക് പുതിയ പാട്ടുകൾ കേട്ടിങ്ങനെ പഠിക്കുന്ന പണ്ടേ ഉള്ള ഒരു സ്വഭാവം, പാട്ടുകൾ പഠിക്കുക എന്നുള്ളത്. അറിയാൻ വയ്യാത്തത് ഞാൻ എഴുതിയെടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് കേട്ടാണെങ്കിലും പഠിക്കും. അപ്പോൾ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അന്നൊന്നും അങ്ങനെ നമുക്കധികം ജോലിയില്ലല്ലേ, അന്ന് കൊച്ചുങ്ങളൊന്നും ആയിട്ടില്ലല്ലേ. അപ്പം ഇങ്ങനെ റീച്ചാൻ അങ്ങ് ജോലിക്ക് പോകുകയാണെങ്കിൽ പിന്നെ എൻ്റെ ജോലി ഇതിൻ്റെ അന്ന് പിന്നെ കമ്പ്യൂട്ടറിൽ നോക്കിയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം മൊബൈലിൻ്റെ അകത്തുണ്ടല്ലോ, അന്നൊന്നും നമുക്കിടെ കുഞ്ഞു മൊബൈൽ, അതിൻ്റെ അകത്ത് ഇങ്ങനെ യൂട്യൂബും അതൊന്നും അങ്ങനെ ഇല്ലാത്ത മൊബൈലായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നോക്കിയായിരുന്നു എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റീച്ചാൽ എനിക്ക് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഇട്ടിട്ട് പോകുമായിരുന്നു. ഞാനതിങ്ങനെ നോക്കി എഴുതി അറിയാം എന്ന പാട്ടുകൾ പഠിക്കുമായിരുന്നു. ഇപ്പോഴും ആരെങ്കിലും പുതിയ ഏതെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ ഞാനത് എഴുതിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കും. ഗൂഗിളിൻ്റെ അകത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതിയെടുത്ത് പഠിക്കും. നമ്മൾ ഇങ്ങനെ കൊച്ചുങ്ങൾ സ്കൂളിൽ ഇങ്ങനെ പഠിക്കുന്നത്, ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നത്. അതിന് ഞാൻ സമയം തീരെ കുറവാണ് എനിക്ക്. എന്നാലും ഞാൻ ഇതിനൊക്കെ സമയം കണ്ടെടുക്കും. നമ്മളിപ്പോൾ ഒരു കുടുംബമാകുമ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീഡിയോയുടെ കാര്യം നോക്കണം, പിന്നെ അച്ചാറിടണമെങ്കിൽ അത് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളല്ലേ നമുക്ക്. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. അപ്പം കാബേജ് തോരനാണ് വെക്കുന്നത്. കാബേജ് തോരൻ ഇവിടുത്തെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഈ വീഡിയോ എടുക്കത്തില്ലേ, നമ്മൾ ഇന്നത്തെ ഊണിന് ഇതാണ്, ആ സമയത്ത് ഇങ്ങനെ സൈഡിലൊന്ന് വെക്കും കാണിക്കാൻ വേണ്ടി. കാരണം ഒന്ന് കാണണ്ടേ കൂട്ടാനൊക്കെ ഉണ്ടെന്ന്. പിന്നെ എൻ്റെ ഞാൻ പിടിക്കുന്ന പക്കട് ക്ലിപ്പ്, മായ ക്ലിപ്പെന്നാണ് പറഞ്ഞത്. മായയുടെയിലും ഉണ്ടൊരെണ്ണം. മായ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് തുരുമ്പെടുത്ത് പോയി. മായയ്ക്ക് പേടിയാണ് അത് പിടിക്കാനായിട്ട്. പണ്ട് എനിക്കും പേടിയായിരുന്നു. കാരണം നമ്മളിങ്ങനെ പിടിക്കും ശരിക്ക്. ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് ഇല്ലാതെ ചില സമയത്തൊന്ന് ആ പക്കടൊന്ന് ലൂസായാൽ എല്ലാം തറയിൽ വീഴും. അപ്പം മായയ്ക്ക് തുണിയും കൊണ്ട് വാക്കുന്നു. പണ്ട് ഞാനും നാട്ടിൽ ഈ പക്കട് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ട് തുണിയായിരുന്നു വാക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് കൈക്കൽ പിന്നെ അരി വാർത്ത് ഇടുമ്പം തുണി പിടിക്കും. അല്ലാത്തപ്പം മൊത്തം ഈ പക്കട
എനിക്കിതാ വാക്ക്. പിന്നെ ഈ ചീനിച്ചട്ടിയൊക്കെ നമ്മൾ ചില സമയത്ത് കൈ പൊള്ളാതെ നമ്മൾ ഇളക്കാൻ നേരം പിടിക്കത്തില്ല, അന്നേരവും ചിലപ്പോൾ തുണി എടുക്കും. പക്ഷെ അല്ലാതെ എനിക്ക് ഗ്യാസിൽ നിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ തുണി ഇപ്പം ചുവന് പിടിച്ചില്ലെങ്കിലേ തുണി തീ കയറും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പക്കട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം തോരനൊക്കെ റെഡിയായി. പിന്നെ ഇച്ചിരി മത്തി ഇരിപ്പുണ്ടായിരുന്നു, നല്ല ഇന്നാളി വാങ്ങിച്ച നെയ്മത്തി. ഇപ്പം അന്ന് ചൂരയൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങ് എടുത്തു, ഇതിനെ അങ്ങ് വെച്ചേക്കുമായിരുന്നു. അപ്പം എങ്ങും ഇന്നാലും പറയുന്നിട്ട് എല്ലാവരും പറയുന്നിട്ട് ഇത്രയും വലിയ മത്തി കിട്ടുക. അന്ന് എനിക്കും ഇതുപോലെ ബൈ ചാൻസ് കിട്ടിയതാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് വന്ന് മലാടിപ്പാകും. അപ്പം ഇന്നാളി അഖില് പറയുമായിരുന്നു, ചേച്ചിയുടെ വീട് മലാടിൻ്റെ അടുത്തായിരുന്നെങ്കിൽ എന്നും ചേച്ചി മീൻ വാങ്ങിച്ചേനെയായിരുന്നില്ലേ. സത്യം, എനിക്ക് മീൻ എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്കും പ്രൈസം മോന് മത്തിയാകുമ്പം അവൻ കഴിക്കാറില്ല, മുള്ള് മേടിച്ച്. അതുകൊണ്ട് കണ്ടോ നല്ല നെയ്മത്തിയാണ്. അപ്പം ഞാനിതിൻ്റെ നെയ്യ് എടുത്തിട്ടേ ആ തല ഇന്ന് എടുക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ തല എടുക്കാറില്ല. അപ്പോൾ ആ നെയ്യോടിട്ട് പൊരിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഇത് വറക്കുന്ന ഉടനെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്തെ ആ നെയ്യിൻ്റെ അകത്ത് ഇടയ്ക്കിച്ചിരി ലൈൻ പോലെ വെള്ളം കറുപ്പൊക്കെ കാണുമല്ലോ, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നെയ്യ് മാത്രം എടുത്ത്. അപ്പോൾ ഇന്നാളി ഞാൻ പറഞ്ഞില്ലേ കംഫർട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന ഒരു ടിപ്പ്. അപ്പോൾ മായ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി അതിൻ്റെ അകത്ത് ഇത്തിരി കല്ലുപ്പൂട് ഇട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ പിന്നെ എനിക്ക് മായ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, ചേച്ചി ഞാൻ അന്നേരം എങ്ങനെയാണെന്ന് ചിന്തിച്ചത്, ഇതുപോലെ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കംഫർട്ട് ഒഴിച്ചിട്ട് ഇത്തിരി കല്ലുപ്പൂട് ഇട്ട് തിളപ്പിച്ചാൽ മതിയെന്ന്. പക്ഷെ അങ്ങനല്ലായിരുന്നു മായ പറഞ്ഞത്. മായ പിന്നെ കറക്റ്റായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ചേച്ചി ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പിടുക, അതിൻ്റെ മുകളിൽ ആ കല്ലുപ്പിൻ്റെ അകത്ത് ഇച്ചിരി കുറച്ച് കംഫർട്ട് അവൾ 3-4 തുള്ളി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഒരു സ്പൂണെങ്ങാനും ഒഴിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, ഓപ്പണായിട്ട് തന്നെ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക. അപ്പോൾ ആ ഉപ്പ് ഇങ്ങനെ അലിഞ്ഞ് അതിൻ്റെ മണം ഇങ്ങനെ വരും. പിന്നെ ലാസ്റ്റ് വെള്ളം പോലെ ആകുമ്പം ഒരു 2 ആഴ്ചയോളം നിൽക്കുമെന്നാണ് പറഞ്ഞത്. മാറ്റിയിട്ട് വീണ്ടും അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മീനൊക്കെ വെട്ടി ഞാൻ എല്ലാം മസാല മുളക് പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും മീൻ പറക്കിയിടട്ടെ. അപ്പോൾ ഇന്നാളി കമൻറ്റിൽ വന്ന് പറഞ്ഞ് കപ്പ ഇത് കണ്ടോണ്ട് ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നെ വീണ്ടും കപ്പ വാങ്ങിക്കാൻ ഞാൻ കഴിവതും ഈ കപ്പയൊക്കെ കാർബോഹൈഡ്രേറ്റ് അല്ലേ, പണ്ടൊന്നും ഇതൊന്നും നോക്കാറില്ല കാർബോഹൈഡ്രേറ്റ് ആണോ എന്തോ. അത് പണ്ടൊക്കെ നമ്മുടെ സ്ഥിരം ആഹാരം ഇതല്ലായിരുന്നോ, നമ്മുടെ കൊച്ചിലെല്ലാം നമ്മൾ ഇതല്ലായിരുന്നോ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞ് കഴിവതും ആൾക്കാർ കപ്പ ഉപയോഗിക്കാറില്ല. അപ്പം ഞാനും കഴിവതും അതാ ഉപയോഗിക്കാത്തത്. മാസത്തിൽ 1-2 ദിവസം വാങ്ങിക്കണമെന്നുണ്ട്, വാങ്ങിക്കും. കുറേ ദിവസം കൊണ്ട് ബീഫ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ അടുത്ത് ഇച്ചിരി ദൂരെ പോകണം, അതുകൊണ്ടാണ് വാങ്ങിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇനിയും കാണിക്കുന്ന ക്ലിപ്പ് സൺഡേയിലത്തെ ആട്ടോ. ഇന്ന് വൈകിട്ട്, അതായത് സൺഡേ വൈകിട്ട് റൈച്ചാൻ ബർഗറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവന്മാർ കുറേ ദിവസം കൊണ്ട് ബർഗർ അല്ലെങ്കിൽ പിസ്സ വേണമെന്ന് പറയും. അപ്പം അങ്ങനെ ഇന്നിത് കൊണ്ടുവന്ന് എന്നോട് ചോദിക്കാതെ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് ഫ്ലോപ്പായിപ്പോയി. രണ്ടും ചിക്കൻ്റെയാണ്. പക്ഷേ എനിക്ക് എഗ്ഗ് ആയിരുന്നെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ 1-2 എണ്ണമെങ്കിലും കഴിക്കും. ഇത് പക്ഷേ എനിക്കിഷ്ടമല്ല. ആ ചിക്കൻ എനിക്കങ്ങോട്ട്, പക്ഷേ പിള്ളേർക്കെല്ലാം ഇതിഷ്ടമാണ്. റേച്ചൻ എന്നാൽ കൊണ്ടുവരുമെന്നൊന്നും ഒരു സൂചന ഇല്ലായിരുന്നു. എന്നാൽ സമോസയോ ദാബേലി മീൻസിലെ ഡബിൾ റൊട്ടിയോ വാങ്ങിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആൾ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിത് കഴിച്ചുകൂടായിരുന്നു, അവിടെ എഗ്ഗിൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിഷ്ടമല്ല, എനിക്ക് ദാബേലി അത് ഇങ്ങനെ മതിയായിരുന്നു. ഇതിന് എത്ര ഒരെണ്ണം 40-45 രൂപയും കണ്ട. ദാബേലി ആണെങ്കിൽ എത്ര 15 രൂപ 17 രൂപയും കണ്ടാന്ന് തോന്നുന്നു. ഞാൻ പറയാം എനിക്കത് മതിയായിരുന്നല്ലേ. അപ്പം ഞാനൊരു ഇച്ചിരി കഴിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അത് പിള്ളേർക്ക് കൊടുത്തു. അപ്പം നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുക, അയ്യേ തിന്നേൻ്റെ ബാക്കി കൊച്ചുങ്ങൾക്ക് കൊടുത്തോന്ന്. ഓ, എൻ്റെ അമ്മയുടെ അല്ലേ കഴിച്ചത്, അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കത്തില്ല കേട്ടോ. അത് ഇത്രയും വില പിടിച്ചത് ആരെയും കളയാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെ കഴിക്കാത്തവർ അങ്ങനെ കഴിക്കേണ്ട. ഞങ്ങൾ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം പിള്ളേർ കഴിച്ചത് ചിലപ്പം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. മീൻസ് അങ്ങനെ കഴിക്കാൻ തോന്നുന്നതാണെങ്കിൽ ചിലപ്പം ചോറൊക്കെ ഇട്ടിങ്ങനെ ഇളക്കിയതാണെങ്കിൽ ചിലപ്പം കഴിക്കത്തില്ല, ചിലപ്പം കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണെന്നാലും അത് കളയണ്ടെന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾക്ക് കൊടുത്തു. എനിക്ക് പക്ഷേ മുട്ട ബർഗറായിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെനിക്കിഷ്ടമാണ്. അതിനകത്ത് ഇത്തിരി ഇതിനകത്ത് സവാളയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് മയോണൈസും ആ ചിക്കൻ്റെ ഇതും ഉണ്ടായിരുന്നു.
അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.